ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കൊച്ചിയിൽ നിന്ന് വരുന്നത്. എറണാകുളം പനമ്പള്ളി നഗറിലാണ് നവജാത ശിശുവിനെ നടു റോഡിൽ കണ്ടെത്തിയത്. റോഡിലേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിരുന്നു. സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പോലീസ് തുടങ്ങിയത്. ഒരു ഫ്ളാറ്റിൽ നിന്നാണ് പാഴ്സൽ കവറിലാക്കി നവജാത ശിശുവിന്റെ മൃതദേഹം റോഡിലേക്ക് എറിഞ്ഞത്. പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ഒടുവിൽ ഈ സംഭവത്തിന്റെ ദുരൂഹത അല്പസമയം മുമ്പാണ് നീങ്ങിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പ്രതിയായ യുവതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. 5C എന്ന ഫ്ളാറ്റിലെ താമസക്കാരെ ആണ് ചോദ്യം ചെയ്തത്. അല്പം മുമ്പ് അച്ഛനും അമ്മയും മകളുമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. മകൾ ഗർഭിണിയായിരുന്നു. ഈ വിവരം അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല. ജനിച്ച ഉടനെ കുട്ടിയെ വലിച്ചെറിയുകയായിരുന്നു. ഇന്ന് രാവിലെ ഇതുവഴി കടന്നു പോയവരാണ് മൃതദേഹം കണ്ടത്. ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ആദ്യം നോക്കാം. ബാക്കി പ്രൊസീജിയർ അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയർ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പോൾ പാരന്റിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ വിഷയം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് അതിന്റെ പാരന്റ്സ് അത് തന്നെയാണ് പറഞ്ഞത്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി അതിജീവിതയാണെന്നാണ് പോലീസ് അല്പസമയം മുമ്പ് പറഞ്ഞത്. ബലാത്സംഗത്തിന് ഇരയായിരുന്നു. യുവതി ഗർഭിണിയാണ് എന്നുള്ള വിവരം അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു. പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം റോഡിൽ കണ്ടെത്തിയത് സമീപത്തെ ആളുകളാണ്. ഒരു ഫ്ളാറ്റിൽ നിന്നാണ് മൃതദേഹം വലിച്ചെറിഞ്ഞത് എന്ന് ആദ്യം വിവരം കിട്ടിയിരുന്നു. CCTVയിൽ ദൃശ്യവും പതിഞ്ഞിരുന്നു. തുടർന്ന് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഒരു ഫ്ളാറ്റിലേക്ക് അന്വേഷണം ചെന്നെത്തിയത്. അവിടെയുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്തതിലൂടെ കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. ഇതുവഴി കടന്നുപോയവർ രാവിലെ മൃതദേഹം കണ്ടു. അവരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ആമസോൺ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ഏകദേശം ഒരു 8:15 സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫുട്ടേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാരണം അതിലെ ടൈമിംഗ് നോക്കുമ്പോൾ 8:17 ആ സമയം മുതലാണ് ഇത് വീഴുന്നതായിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം ഒരു 8:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം കിട്ടി. ഞങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുട്ടി മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് നവജാത ശിശുവാണ്. പൊക്കൽ കൊടി പോലും കട്ട് ചെയ്തിട്ടില്ല. ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. 8 മണിക്ക് ശേഷമാണ് സംഭവം. വഴിയത്തെ ബൈക്കിനുള്ള ആൾക്കാരൊക്കെ കണ്ടത്. അതിനുശേഷം അറിയിച്ചിട്ടാണ് മൂടിയിട്ടതും പോലീസ് വരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് അറിയില്ല. അങ്ങനെ സംഭവം ഇതാണ്. 8:10 സംഭവം അറിഞ്ഞപ്പോൾ ആ കുട്ടി അല്ല 1-2 ദിവസം പ്രായമുള്ള കുഞ്ഞു കുട്ടിയാണ്. പൊക്കിൾക്കൊടി വീണപ്പോ ഫോട്ടോ ഇവിടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു. കണ്ട ഒരാൾ പുള്ളി മാറിക്കളഞ്ഞ്. ശരി, ആ ഫോട്ടോയിൽ കണ്ടപ്പോ അതിൽ പൊക്കിൾക്കൊടി ഉണ്ട്. വീണിട്ട് 2 വീലേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണി. 2 ഫ്ളാറ്റില് സെക്യൂരിറ്റികൾ അനങ്ങാണ്ട് നിന്നിച്ച് പുള്ളി പറഞ്ഞ കഥയുണ്ടാ. പുള്ളി മാറിക്കളഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വലിയൊരു വണ്ടി വന്നപ്പോ പേപ്പർ പറഞ്ഞപ്പോ കണ്ടിട്ട് ചവിട്ടി നിർത്തി. അല്ലെ കയറിപ്പോണ്ട് മാറിപ്പോയത് തന്നെ ഭാഗ്യം. അല്ലെങ്കിൽ ആ വണ്ടികൾ കയറിപ്പോയി നമുക്കത് അത് കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്തൊരു ദാരുണമായ അന്ത്യം. നമ്മൾ കേട്ടിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്ര ഒരു ഇതാണ്. ഞാനിപ്പോ മേളിൽ കയറി ചെന്നത് വേറൊന്നുമല്ല. അങ്ങനെ ഒരു ഡെലിവറി നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ വീട്ടില് അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു ഡോക്ടറിന്റെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ അത് ഇപ്പൊ ആര് ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടില്ല. അതകത്ത് വാതിലടച്ചിട്ട് പോലീസും കമ്മീഷണറൊക്കെ അതിനകത്താണ്. അപ്പൊ ഞാനിങ്ങനെ ഇൻഫോം ചെയ്തു, ഇങ്ങനെ മെഡിക്കൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും കൊടുക്കണമല്ലോ. കുട്ടി ചെയ്തു എന്ന് നമുക്കറിയില്ലല്ലോ. വേറെ ആരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവര് ആള് അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു.
അതാണ് നമുക്ക് പ്രധാനം എന്നുള്ളത്. നമുക്കറിയില്ല ആരാ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു വീട്ടില് വേറെ ആർക്കെങ്കിലും സൂചന മാത്രമേ ഉള്ളൂ. ഒരു കൺഫർമേഷൻ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് അവരുടെ പോലീസ് തന്നെ അത്. യുവതിയും മാതാപിതാക്കളും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ മാതാപിതാക്കൾക്ക് ഇതേക്കുറിച്ചുള്ള വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അല്പം സമയം മുമ്പ് പറഞ്ഞത്. കുട്ടി ചാപിള്ളയായിരുന്നോ എന്ന കാര്യവും സംശയിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പീഡനത്തിന് ഇരയായതാണ് യുവതി എന്ന സംശയവും പോലീസിനുണ്ട്. ഇക്കാര്യവും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. അതിജീവിതയാണ് യുവതി എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെയാണ് റോഡിൽ കണ്ടത്. സമീപവാസികൾ കണ്ടിരുന്നു, പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് വന്ന് അന്വേഷണം നടത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ കാര്യം ബോധ്യപ്പെടുകയായിരുന്നു. ആ യുവതി കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ആജ്ഞ, ഈ പ്രദേശത്ത് വളരെയധികം നടുക്കമുണ്ടായ ഒരു സംഭവമാണല്ലോ ഇത്. ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം, അത് സിറ്റി പോലീസ് കമ്മീഷണറാണല്ലോ ഇതേക്കുറിച്ച് ഏറ്റവും പുതിയ വിവരം നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ? മഞ്ജുഷ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ വിവരം പെൺകുട്ടി അതിജീവിതയാണ് എന്നുള്ളത് ആണ്. റേപ്പ് വിക്ടിമാണ്, അതിൽ നിന്നുണ്ടായ കുഞ്ഞാണ്. അതിനുശേഷം മറ്റൊരു സാധ്യത കൂടി പോലീസ് മുന്നിലേക്ക് വെക്കുന്നത് ഈ കുഞ്ഞ് ചാപിള്ളയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഇത് മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കില്ല. അതേസമയം അതിജീവിതയായ ഈ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം. ഇനി കൂടുതൽ വ്യക്തത വരാനുള്ളത് ഇത് കൊലപാതകമാണോ അതോ ചാപിള്ളയാണോ എന്നുള്ള കാര്യത്തിലാണ്. എന്നിരുന്നാൽ പോലും മാതാപിതാക്കളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന പോലീസ് ഭാഷ്യം. അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇക്കാര്യം അറിഞ്ഞില്ല എന്നുള്ളത് പ്രാഥമികമായി അവർ നിഷേധിക്കുന്നതാണോ അതോ ദുരഭിമാന കൊലയാണോ, അങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ കേസ് കൂടുതൽ പോകുന്നത്. എന്നിരുന്നാൽ പോലും അതിജീവിതയ്ക്കുള്ള എല്ലാ പരിഗണനയും മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് രാവിലെ ചികിത്സ നൽകുവാൻ, ആശുപത്രിയിൽ ചികിത്സ നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ്? ആ യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇപ്പോൾ? പ്രാഥമിക ശുശ്രൂഷ നൽകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തന്നെ അല്പം മുൻപ് നമ്മോട് സംസാരിച്ചിരുന്നു. അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചതാണെങ്കിൽ ഇതിന് പ്രാഥമിക ശുശ്രൂഷയുടെ ആവശ്യമുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആണ് വനിതാ എന്നുള്ള നിലയിൽ, വനിതാ പ്രതിനിധി എന്നുള്ള നിലയിൽ MLA അകത്ത് കയറുകയും ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിക്കുകയും ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തത്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാൽ പോലും ഇന്ന് രാവിലെ ഈ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ പോലീസിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തതയുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളെന്ന് സംശയിക്കുന്ന പല ആളുകളുടെയും നേരെ ആദ്യം സംശയം നീണ്ടെങ്കിൽ പോലും നമ്മൾ കാണുന്ന ഈ വഴി തന്നെ ഒരു 8:30-9 മണിയോടെ പോലീസ് പൂർണ്ണമായും അടച്ചിരുന്നു. ഈ ഫ്ളാറ്റിലുള്ള ഒരാളുകളെയും പുറത്തേക്ക് വിടാത്ത ഒരു സാഹചര്യം. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ മാത്രമാണ് നമ്മുടെ അറിവില്ല. അദ്ദേഹം നിവൃത്തികേടുകൊണ്ട് എന്ന് ബാങ്ക് പ്രവർത്തന ദിനമാണ്, അതുകൊണ്ട് പോയേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ അത്തരമൊരു സാധ്യത കണക്കിലെടുത്ത് മാത്രം അദ്ദേഹത്തെ മാത്രമാണ് ഈ ഫ്ളാറ്റിൽ നിന്നും പുറത്തുവിട്ടിട്ടുള്ളത്. അതിനുശേഷം 20 ഫ്ളാറ്റാണ് ഇവിടെയുള്ളത്. ഇതിൽ 18 ഫ്ളാറ്റുകളിലും പോലീസ് പരിശോധന നടത്തി. അങ്ങനെയാണ് ഈ അതിജീവിതയുടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നത്. പരിശോധന നടത്തിയ ശേഷം ഒരു ആമസോൺ കവറിലാണ് കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. കുഞ്ഞിന്റെ മൃതദേഹം കിടന്നിരുന്നത് അങ്ങനെയാണ്. രാവിലെ വന്ന ഒരു വണ്ടി കടന്നു വരുമ്പോൾ ആ കവർ പറക്കുകയും അതുവരെ അതെന്താ വേസ്റ്റ് ആണെന്നാണ് ആളുകൾ കരുതുന്നത്. ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക പോലും ഉണ്ടായില്ല. ഒരു വേസ്റ്റിന്റെ റോഡിൽ കിടക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് ആദ്യം ആ കുഞ്ഞിന്റെ കിടപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം വാഹനം കടന്നു വരികയും അതിന്റെ മുഖത്തേക്കുള്ള ഈ കവർ മാറുകയും ചെയ്തതോടെയാണ് അത് കുഞ്ഞിന്റെ മൃതദേഹമാണ് എന്ന് മനസ്സിലാക്കുന്നതും. പുറത്തെടുത്തപ്പോൾ അതിൽ പൊക്കിൾക്കൊടി പോലും ഛേദിക്കപ്പെട്ടില്ലാത്ത ഒരു കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് പോലീസ് എത്തുന്നതും. ഈ നീക്കങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് കുറ്റകൃത്യം നടത്തിയവരിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. അതിനുണ്ടായ സാഹചര്യം വഴിവെച്ചത് ആ ആമസോൺ കവർ തന്നെയാണ്. അതിന്റെ ബാർകോഡ് പരിശോധിച്ച ശേഷമാണ് അഡ്രസ് ക്ലിയർ ആയിരുന്നില്ല. കുഞ്ഞിന്റെ ചോര കൊണ്ട് അത് അഡ്രസ് ക്ലിയർ വ്യക്തമായിരുന്നില്ല. പക്ഷെ ആമസോണിന്റെ ബാർകോഡ് ആണ് ഈ അഡ്രസ്സിലേക്ക്
സ്പെസിഫിക് ആയി ഈ അഡ്രസ്സിലേക്ക് വിരൽ ചൂണ്ടിയത്. അതിനുശേഷമാണ് ഈ ഫ്ളാറ്റിലേക്ക് ഇത് തന്നെയാണ് എന്ന് ഉറപ്പാക്കിയത്. ഇവരുടെ വാഷ്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പോലീസ് ഇവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിലാണോ ഈ പെൺകുട്ടി അതിജീവിതയാണ്. ഒരു 22-23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇവർ കഴിഞ്ഞ 15 വർഷമായി ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ സമീപവാസികളും സെക്യൂരിറ്റി ശരിയാണ്. ഇത് കൃത്യമായ വിവരങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. പക്ഷേ പുലർച്ചെയാണ് പ്രസവം നടന്നത്. ഏകദേശം 6:30 മണിയോടുകൂടിയാണെന്നാണ് പോലീസിൽ യുവതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വെളിയിലേക്ക് എറിഞ്ഞത് 9:30 കൂടിയാണ്. അതായത് ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് പരിഭ്രാന്തിയിൽ ചെയ്തത് എന്നുള്ള കാര്യവും യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യം അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ജനിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നോ കുട്ടിക്ക്, അതോ ചാപിള്ളയായിരുന്നോ, ഇക്കാര്യമാണ് സ്ഥിരീകരിക്കാൻ ഉള്ളത്. ഇതിനുശേഷം ഈ വിവരം പുറത്തു വന്നതിന് ശേഷം കൃത്യമായ ഔദ്യോഗികമായ സ്ഥിരീകരണം കിട്ടിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യവും പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഇതേക്കുറിച്ച് പറഞ്ഞു. അവസാനം കിട്ടുന്ന വിവരം, പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ യുവതി അതിജീവിതയാണ്, പീഡനത്തിന് ഇരയായതാണ്. ഈ യുവതി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു എന്നും യുവതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇത്രയും കാര്യങ്ങളാണല്ലോ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോൾ ഇനി അറിയുവാനുള്ളത് കുട്ടി ജനിച്ച സമയത്ത് ജീവൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ ഇതിനുശേഷം എന്തെങ്കിലും വിവരം, സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ വിവരത്തിന് അപ്പുറം എന്തെങ്കിലും പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ടോ? മഞ്ജുഷ്, അങ്ങനെയില്ല. കാരണം സിറ്റി പോലീസ് കമ്മീഷനെ സംബന്ധിച്ച് ആധികാരികമായി ഇത്തരം കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചത് എന്താണ് ഇവിടെ നടന്നത്, കാരണം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നത്. കാരണം ഇതേപോലെ ഈ രീതിയിലേക്ക് ഒരു കുഞ്ഞിന്റെ വലിച്ചെറിയുക, അത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു കാര്യകാരണങ്ങൾ എന്തെന്ന് സംബന്ധിച്ചതിന് ഈ സമയം അത്രയും ആളുകൾ അത് അന്വേഷിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അത് തന്നെയാണ് നോക്കിയിരുന്നത്. ഈ ഫ്ളാറ്റിന്റെ താഴെ ഏതാണ്ട് ഈ ഭാഗത്തേക്കാണ് ഈ കുട്ടിയുടെ ദേഹം വീഴുന്നത്. ഇപ്പോഴും ആ ബ്ലഡ് സെൻസ് എല്ലാം തന്നെ ഈ റോഡിൽ ഇപ്പോഴും തന്നെ അത് ഉണ്ട്. ഇവിടെ വെച്ചായിരുന്നു ആ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പോലീസ് പൂർത്തിയാക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഇത്രയും വളരെയധികം തന്നെ ആളുകളെ ആശങ്കപ്പെടുത്തി ഈ വാർത്തയുടെ നിജസ്ഥിതി എന്നതിനെ സംബന്ധിച്ചായിരുന്നു അല്പസമയം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ വിശദീകരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇപ്പോൾ ആ പെൺകുട്ടി അതിജീവിതയാണ് എന്ന് അദ്ദേഹം പറയുന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതേ പെൺകുട്ടി ഒരു ഇരയായതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണങ്ങൾ കൂടുതലായിട്ട് തന്നെ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാലും കുട്ടിയുടെ മരണം സംബന്ധിച്ചുള്ള കാരണങ്ങൾ കൂടുതൽ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ കുട്ടി തന്റെ ഗർഭിണിയാണെന്ന വിവരം വീട്ടുകാരിൽ നിന്നടക്കം മറച്ചുവെച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വീട്ടുകാർ മാതാപിതാക്കൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ അവർ ഇതിൽ കക്ഷി ചേർത്തിട്ടില്ല. പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായാണ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വൈദ്യസഹായം മറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യും. അവരിൽ നിന്ന് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കും. എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അവർ പോകുന്നുണ്ട്. കുട്ടി ചാപിളയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളുടെ പേരിലാണ് കേസ് എടുത്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാതാപിതാക്കളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ട അവർക്ക് അറിയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് നൽകുന്ന ഒരു വിശദീകരണം. പെൺകുട്ടി അവരിൽ നിന്നെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ കുട്ടിയുടെ പ്രസവം നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മളെല്ലാവരും തന്നെ ഞെട്ടിച്ച ഈ സംഭവം തന്നെ പിന്നീട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇതാണ് എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് അടക്കം പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി, എന്ത് സാഹചര്യത്തിലാണ് കൊലപാതകമടക്കം ആ രീതിയിൽ കുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നത് അടക്കമുള്ള കാര്യത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. അത് എന്തായിരുന്നു അതിന്റെ കാര്യകാരണങ്ങൾ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. പോലീസ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇപ്പോൾ ശ്യാംസുന്ദറിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പരിഭ്രാന്തിയിൽ കുട്ടിയെ വലിച്ചെറിഞ്ഞു ഇല്ലേ, പ്രസവിച്ചു പക്ഷെ ഉടനെ വലിച്ചെറിഞ്ഞു എന്നല്ലല്ലോ ഇല്ലേ ഈ യുവതി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്?
തീർച്ചയായും മഞ്ജുഷ, കാരണം ഉടനെ വലിച്ചെറിഞ്ഞു എന്ന രീതിയിൽ തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു കൃത്യമായ കാരണങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത് ഈ കുട്ടി ചാപിള്ളയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ഒരു നടപടികൾ എല്ലാം തന്നെ ഇതിൽ പൂർത്തിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അത് മാത്രവുമല്ല, പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയടക്കം ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരുമെന്ന് സൂചന നൽകുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടി യാതൊരു രീതിയിലും ഇവർക്ക് ഇങ്ങനെയൊരു സംഭവം ഈ രീതിയിൽ താൻ ഗർഭിണിയാണ് എന്നതടക്കമുള്ളൊരു കാര്യങ്ങൾ വീട്ടിലടക്കം പറഞ്ഞിരുന്നില്ല, ഒളിപ്പിച്ചു വെച്ചിരുന്നു എന്നതാണ്. ഇന്ന് രാവിലെ പോലും വീടിന് പുറത്തേക്ക് അവർ മുറിക്ക് പുറത്തേക്ക് വന്നിരുന്നില്ല എന്നതെല്ലാമാണ് പോലീസിനോട് അവർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച പോലീസ് ഒന്നുകൂടി അതിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ ഒരു റേപ്പ് കേസാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം സംഭവിച്ചിരിക്കുന്നത്. കുട്ടി അങ്ങനെയാണ് ഗർഭിണിയായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവൾ അതിജീവിത എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഇപ്പോൾ ഈ നടപടികൾ, പോലീസ് നടപടികൾ അടക്കം എല്ലാം തന്നെ പൂർത്തിയായി ഇവിടെ നിന്ന് പോലീസ് സംഘം എല്ലാം തന്നെ മടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് ഇവരുടെ വിശദമായ ഒരു മൊഴിയെടുപ്പും കാര്യങ്ങളും. അതുപോലെ തന്നെ പോലീസിന്റെ അന്വേഷണം തുടക്കത്തിൽ ഒന്ന് പരിഭ്രമിച്ചതാണല്ലോ. ഇത് ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് തടസ്സമായി നിന്നത് ഒരുപാട് ഫ്ളാറ്റുകൾ ഉള്ള സ്ഥലമാണ്. CCTVയിൽ ആകെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു പൊതിക്കെട്ട് വന്ന് വീഴുന്ന രീതിയിലുള്ള ദൃശ്യമായിരുന്നുവല്ലോ. അതിനുശേഷം അത് ഒരു മൃതദേഹമാണെന്ന് കണ്ടെത്തുന്നു. പിന്നീടുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയായിരുന്നു? ആരുടെയൊക്കെ സഹായം പോലീസിന് ഇക്കാര്യത്തിൽ കിട്ടുകയുണ്ടായി? മഞ്ജുഷ, നമ്മൾ ഉള്ളത് ആ ഫ്ളാറ്റിന് തൊട്ട് കീഴെയാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്ന് മുകളിലെ ഈ ഭാഗത്തു നിന്നാണ് ഇവിടേക്ക് കീഴേക്ക് ആ കിറ്റ് എറിയുന്നത്. തൊട്ടു താഴെ ഇവിടെ നിലം പതിക്കുന്നു. ഇപ്പോഴും ആ ബ്ലഡ് സെയിൻസ് എല്ലാം തന്നെ ഇവിടേക്ക് കിടക്കുന്നു. പക്ഷെ അവരുടെ ലക്ഷ്യം, എറിഞ്ഞത് ആരായാലും അത് അവരുടെ ലക്ഷ്യം ഈ തൊട്ട് കാണുന്ന ഈ കാട് പിടിച്ച് ഏതാണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഈ പറമ്പാണ്, ഇവിടേക്കാണ് ലക്ഷ്യം വെച്ചതെന്നാണ് അവർ പറയുന്നത്. ഇവിടേക്ക് എറിയുന്നു. അതിനുശേഷം പക്ഷെ അതില്ലാതെ ഇവിടെ തന്നെ ഈ റോഡിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 7:30 രാവിലെ 7:30 ഈ സംഭവം നടക്കുന്നത്. അവരുടെ ലക്ഷ്യം ഈ കാണുന്ന ഒരു ചപ്പുകുനയിലേക്ക് വലിച്ചെറിയാൻ കഴിയും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞിനെ ഇവിടേക്ക് എറിയുകയും ചെയ്തത്. പക്ഷെ അതുണ്ടായില്ല. റോഡിൽ തന്നെ, നടു റോഡിൽ തന്നെ ഇവിടെ കിടക്കുന്നു. ഇവിടെ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ, നിരവധി വാഹനങ്ങളും എല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് അവർ എറിഞ്ഞ ആ കിറ്റ്, അത് കുഞ്ഞിന്റെ ശരീരം ഇവിടെ അവശേഷിച്ചു. മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് ഈ സീനിലേക്ക്, ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് പോലീസും ഈ ക്രൈം സീനിലേക്ക് എത്തുന്നു. പോലീസിന്റെ ഭാഗത്ത് തുടക്കത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് പോകുന്നു. പോലീസ് ആദ്യം ചെയ്തത് ഈ ഫ്ളാറ്റ് മുഴുവനായിട്ട് തന്നെ സീൽ ചെയ്യുക എന്നതാണ്. ആരും തന്നെ പുറത്തേക്ക് പോകാൻ കഴിയില്ല, സാധ്യമല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. ഒരാൾ മാത്രം, ബാങ്ക് മാനേജർ, അദ്ദേഹത്തിന്റെ ജോലിയുടെ ഉത്തരവാദിത്വം, ഗൗരവ സ്വഭാവം പരിഗണിച്ച് അദ്ദേഹത്തെ മാത്രം പരിശോധനകൾക്ക് ചോദ്യങ്ങൾ വിശദമായി ചോദിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഫ്ളാറ്റിൽ ഓരോ മുറിയും പരിശോധിക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് പോയത്. തുടർന്നാണ് 5C എന്ന പേരിലുള്ള ഫ്ളാറ്റുണ്ട്. 5C അടഞ്ഞു കിടക്കുകയാണ്. 5C1 പോലീസ് സംഘം എത്തുന്നത്. ഇവിടെ ബാത്റൂമിന്റെ ടൈലിൽ നിന്നും എല്ലാം ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയും തുടർന്ന് പോലീസ് അത് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലൊടുവിലാണ് ഇവരിത് സമ്മതിക്കുന്നത്. പെൺകുട്ടി തന്നെ ഇത് സമ്മതിക്കുന്നത്. അപ്പോഴും അവരുടെ വീട്ടുകാർ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. പോലീസ് ഭാഷ്യവും അത് തന്നെയാണ്, അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തിയ ഒരു സംഭവത്തിന് പോലീസ് ഉത്തരം കണ്ടെത്തുന്നു. എന്തായാലും ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അതായാലും പോലീസ് ആ രീതിയിലുള്ള ഒരു വിശദമായ രീതിയിൽ കുട്ടിയുടെ മൊഴിയെടുത്തത് അടക്കമുള്ള രീതിയിലേക്ക് പരിശോധനകൾ തുടരുകയാണ്. എന്താണ് ഇനി ഇത് സംബന്ധിയായി കൂടുതൽ പോലീസിന് പറയുവാനുള്ളത് എന്നത് വരും മണിക്കൂറിൽ വ്യക്തമാകും. മഞ്ജുഷ്. ശരി ഡാനി, എന്തായാലും ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് പനമ്പള്ളി നഗറിൽ ഉണ്ടായത്. അതിന്റെ ദുരൂഹതകളിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് വിവരങ്ങൾ മാത്രമേ പോലീസിന് കിട്ടുവാൻ ബാക്കിയുള്ളൂ. യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. താനാണ് താഴേക്ക് എറിഞ്ഞത് എന്നുള്ള കാര്യം യുവതി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മാതാപിതാക്കൾക്ക് പങ്കില്ല എന്നുള്ള കാര്യം പോലീസിന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് കൊലപാതകമാണോ എന്നുള്ള കാര്യമാണ് പോലീസിന് കണ്ടെത്താൻ ഉള്ളത്. യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്.